ശമ്പളക്കാരായ ജീവനക്കാർക്കു മാത്രം ലഭ്യമായിരുന്ന പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PF ആനുകൂല്യങ്ങൾ ഇനി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരിലേക്കും എത്തിയേക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്കും പെൻഷനും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്ന പുതിയ യൂണിവേഴ്സൽ പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. നിലവിലെ PF വ്യവസ്ഥയിൽ തൊഴിലാളിയും തൊഴിലുടമയും നിശ്ചിത വിഹിതം മാസം തോറും അടയ്ക്കണം. എന്നാൽ ഇവിടെ സ്വന്തം വരുമാനത്തിൽ നിന്നു വേണം പണം അടയ്ക്കാൻ. ക്യാബ് ഡ്രൈവർമാർ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ഫ്രീലാൻസ്മാർ, ചെറുകിട കച്ചവടക്കാർ എന്നിവരും ഇതിൽ ഉൾപ്പെടും. തൊഴിലെടുക്കുന്ന എല്ലാവർക്കും PF എന്നതാണ് ലക്ഷ്യം. ഇന്ത്യയിലെ ആകെ തൊഴിലാളികൾ 80% വരുന്നത് അസംഘടിത മേഖലയിലാണ്. പരമ്പരാഗത ജോലി ചെയ്യുന്നവർ, ഫ്രീലാൻസ്മാർ, ചെറുകിട കച്ചവടക്കാർ തുടങ്ങിയവർക്ക് വിരമിക്കൽ പ്രായത്തിനു ശേഷം കൃത്യമായൊരു വരുമാന മാർഗമോ സാമ്പത്തിക സുരക്ഷിതത്വമോ നിലവിലില്ല. നിലവിലെ EPFO നിയമപ്രകാരം കുറഞ്ഞത് 20 ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലെ ശമ്പളക്കാർക്ക് മാത്രമേ PF അക്കൗണ്ട് സാധ്യമാകൂ. എന്നാൽ ഈ നിർബന്ധിത വ്യവസ്ഥകൾ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിവേഴ്സൽ പ്രൊവിഡന്റ് ഫണ്ട് അഥവാ UPF അണിയറയിൽ ഒരുങ്ങുന്നത്. താൽപര്യമുള്ള ഏതൊരു അസംഘടിത തൊഴിലാളിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഈ പദ്ധതിയിൽ ചേരാം. കുറഞ്ഞ പ്രതിമാസ വരുമാനമുള്ളവർക്കും ചെറിയ തുകകൾ നിക്ഷേപിച്ച് അക്കൗണ്ട് തുടങ്ങാം. നിർധനരായ തൊഴിലാളികൾക്കായി നിശ്ചിത ശതമാനം തുക സർക്കാർ വിഹിതമായ അക്കൗണ്ടിലേക്ക് നൽകുന്ന കാര്യവും പരിഗണനയിലുണ്ട്. നിശ്ചിത പ്രായമെത്തുമ്പോൾ സ്ഥിരമായ പെൻഷനും ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കും. ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവർക്ക് വയസ്സായി കഴിഞ്ഞാൽ നോക്കാൻ ആരും കാണില്ല. ഇങ്ങനെയൊരു PF പദ്ധതി വന്നാൽ മാസം ഒരു ചെറിയ തുക മാറ്റിവെക്കാൻ തയ്യാറാകും. ഭാവിയിൽ അതൊരു വലിയ ആശ്വാസമാകും. ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് ഒരു മാസമുള്ള വരുമാനം അടുത്ത മാസം ഉണ്ടാകില്ല. അതുകൊണ്ട് സ്ഥിരമായി വലിയൊരു തുക നിക്ഷേപിക്കാൻ പറ്റില്ല. ഫ്ലെക്സിബിളായി പണമടയ്ക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ PF വന്നാൽ യങ് പ്രൊഫഷണൽസിന് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. PF അക്കൗണ്ടിൽ മാസം തോറും നിശ്ചിത തുക നിക്ഷേപിക്കണമെന്ന നിബന്ധനയുണ്ടാകില്ല. വരുമാനം അനുസരിച്ച് കയ്യിലുള്ള പണം നിക്ഷേപിച്ചാൽ മതിയാകും. സാധാരണ ജീവനക്കാർക്ക് ലഭിക്കുന്നത് പോലെയുള്ള പലിശ നിരക്ക് ഇവിടെയും ലഭിക്കും. 2.5 ലക്ഷം വരെയുള്ള PF നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ് നൽകാനും ആലോചനയുണ്ട്. സ്വയം ഫണ്ടിംഗ് രീതിയിലായിരിക്കും PF അക്കൗണ്ട്. യുവജനങ്ങൾക്കടക്കം ഏറെ ആശ്വാസമാകുന്ന ഭേദഗതിക്കാണ് EPFO ഒരുങ്ങുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി മലയാളികൾ സ്വയം തൊഴിൽ, അസംഘടിത, ഓൺലൈൻ ഡെലിവറി, ടാക്സി മേഖലകളിൽ പണിയെടുക്കുന്നുണ്ട്. പദ്ധതി വലിയൊരു വിപ്ലവത്തിന് വഴി തുറക്കുമെങ്കിലും ഇതിനു മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. കോടിക്കണക്കിന് വരുന്ന അസംഘടിത തൊഴിലാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് EPFOയ്ക്ക് വലിയൊരു ദൗത്യമാണ്. നിലവിലുള്ള ഇശ്രം പോർട്ടിലെ ഡേറ്റാബേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പദ്ധതി വേഗത്തിലാക്കാനാണ് നീക്കം. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ, തൊഴിൽ മന്ത്രാലയത്തിന്റെയും അനുമതി ലഭിക്കുന്നതോടെ പദ്ധതിയുടെ കൃത്യമായ മാർഗരേഖ പുറത്തുവരും. നിക്ഷേപ തുകയ്ക്ക് നൽകേണ്ട പലിശ നിരക്ക്, പെൻഷൻ പ്രായം എന്നിവയിലെ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വാർദ്ധക്യകാല ജീവിതത്തിന് വെളിച്ചം പകരാൻ യൂണിവേഴ്സൽ പ്രൊവിഡന്റ് ഫണ്ടിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ രംഗത്ത് അതൊരു പുതിയ ചരിത്രമാകും. സാധാരണ ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ പലിശ PF നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. 60 വയസ്സിന് ശേഷം തൊഴിലാളികൾക്ക് കൃത്യമായ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കും. അക്കൗണ്ട് ഉടമ മരണപ്പെടുകയോ അപകടം സംഭവിക്കുകയോ ചെയ്താൽ ആശ്രിതർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഇൻഷുറൻസ് സ്കീമും ഇതിനൊപ്പം ചേർത്തേക്കും. ചികിത്സ, മകളുടെ വിവാഹം, വീട് നിർമ്മാണം തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഭാഗികമായി പിൻവലിക്കാൻ അനുവാദമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.